Welcome to Surface Chemistry, Section 3, Colloids. ഈ ടോപ്പിക്കിലെ 9ാമത്തെ ക്ലാസ്സാണ്. Question number 45. Give the applications of colloids. കൊളോയിഡുകളുടെ പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻസ് എന്തെല്ലാമാണ്? 1. ഇലക്ട്രിക്കൽ precipitation of smoke. സ്മോക്ക് എന്ന് പറഞ്ഞാൽ പുക, അതൊരു കൊളോയിഡാണ്. The smoke is passed through a chamber containing plates having a charge opposite to that of smoke particles. സ്മോക്കിനെ നമ്മൾ ഒരു ചേംബറിലൂടെ കടത്തിവിടും. ഈ ചേംബറിൽ ഒരു പ്ലേറ്റ് ഉണ്ടായിരിക്കും, അതായത് ഒരു ഇലക്ട്രോഡ് ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രോഡിൻ്റെ ചാർജ് കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും. സ്മോക്ക് പാർട്ടിക്കിൾസിൻ്റെ ചാർജ് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും ഈ പ്ലേറ്റിന്. സ്മോക്ക് പാർട്ടിക്കിൾസിന് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രോഡിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. സ്മോക്ക് പാർട്ടിക്കിൾസിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രോഡിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. When the particles contact with these plates, they lose their charge and get precipitated. The precipitator is known as Cottrell precipitator. സ്മോക്ക് പാർട്ടിക്കിൾസ് ഈ പ്ലേറ്റിൻ്റെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ, ഈ ചെല്ലുന്നതിനെ ഇലക്ട്രോഫോറസിസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. സ്മോക്ക് പാർട്ടിക്കിൾസിൻ്റെ ചാർജ് നഷ്ടപ്പെടും. ചാർജ് നഷ്ടപ്പെട്ട് അവർ പ്രസിപ്പിറ്റേറ്റിൻ്റെ രൂപത്തിലായി മാറും. ഈ ചേംബറിൻ്റെ അടിഭാഗത്ത് അടിഞ്ഞുകൂടും. ഈ പ്രസിപ്പിറ്റേറ്ററിനെ വിളിക്കുന്ന പേരാണ് കോട്രൽ പ്രസിപ്പിറ്റേറ്റർ. സ്മോക്കിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള ഉപകരണമാണ് കോട്രൽ പ്രസിപ്പിറ്റേറ്റർ. അപ്പോൾ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന പദാർത്ഥമാണ് സ്മോക്ക് അല്ലെങ്കിൽ പുക. ഇത് ഒഴിവാക്കാൻ നമുക്ക് കോട്രൽ പ്രസിപ്പിറ്റേറ്റർ ഉപയോഗിക്കാം. ഒരു ഡയഗ്രാം നോക്കൂ. ഹൈ വോൾട്ടേജ് ആവശ്യമാണ്. ഇതാണ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ പ്ലേറ്റ്. ഇതിലെയാണ് സ്മോക്ക് കടത്തിവിടുന്നത്. സ്മോക്ക് പാർട്ടിക്കിൾസ് ഇലക്ട്രോഡിൻ്റെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ ഡിസ്ചാർജിങ് നടക്കും, കൊയാഗുലേഷൻ നടക്കും. അങ്ങനെ സ്മോക്ക് പാർട്ടിക്കിൾസ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. കണ്ടോ, ഈ ചേംബറിൻ്റെ താഴെ അടിഞ്ഞുകൂടും. പ്രസിപ്പിറ്റേറ്റഡ് ആഷ്, വായു ശുദ്ധമായി മാറും. ആ വായു ഇതിലെ പുറത്തേക്ക് പോകും. ഇതാണ് കോട്രൽ പ്രസിപ്പിറ്റേറ്റർ. ചിത്രം വരച്ചെടുക്കണം. പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. ആലം ഈസ് ആഡഡ് ടു വാട്ടർ to coagulate the suspended impurities and make water fit for drinking purposes. വെള്ളത്തിൽ ധാരാളം ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മണ്ണുണ്ടായിരിക്കും, മണ്ണ് വെള്ളമായിരിക്കും. ഈ മണ്ണും ഇമ്പ്യൂരിറ്റീസുമെല്ലാം സെറ്റിൽ ചെയ്യാൻ, കൊയാഗുലേറ്റ് ചെയ്യാൻ ആലം നമ്മൾ ചേർക്കാറുണ്ട്. ആലം എന്ന് പറയുന്നത് ഡബിൾ സോൾട്ടാണ്. വെള്ളത്തിലേക്ക് ചേർത്താൽ ധാരാളം അയോൺസ് തരും. ഈ അയോണുകളാണ് കൊയാഗുലേഷൻ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ, പൊട്ടാസ്യം ആലം KAlSO4 twice 12H2. ഇതാണ് പൊട്ടാസ്യം ആലം. ഈ ആലങ്ങൾ ബാർബർ ഷോപ്പിലും ഉപയോഗിക്കാറുണ്ട്. ഷേവ് ചെയ്യുമ്പോൾ മുറിയായ മുറിവിൽ നിന്ന് ചോര വരും. ചോര വരുന്നത് പെട്ടെന്ന് നിൽക്കാൻ ആലം വെച്ച് അമർത്താറുണ്ട്. ആലം ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കും. ബ്ലഡ് എന്ന് പറയുന്നത് കൊളോയിഡാണ്. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത് കൊയാഗുലേഷനാണ്. മെഡിസിൻസ്, പല മരുന്നുകളും കൊളോയിഡൽ രൂപത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആർജിറോൾ ഈസ് എ സിൽവർ സോൾ യൂസ്ഡ് ആസ് ആൻ ഐ ലോഷൻ. ഐ ലോഷനായിട്ട് ഉപയോഗിക്കുന്നത് ആർജിറോൾ എന്ന് പറയുന്ന പദാർത്ഥമാണ്. അത് സിൽവറിൻ്റെ കൊളോയിഡാണ്.
കൊളോയിഡൽ ആന്റിമണി ഈസ് യൂസ്ഡ് ഇൻ ക്യൂറിംഗ് കലാസാർ. കലാസാർ എന്ന് പറഞ്ഞാൽ തീവ്രമായ പനിയാണ്, ബ്ലാക്ക് ഫീവർ, തൊലിയൊക്കെ കറുത്ത രൂപത്തിലായി മാറും. ഇതിനെതിരായി ഉപയോഗിക്കുന്ന മരുന്നാണ് കൊളോയിഡൽ ആന്റിമണി. കൊളോയിഡൽ ഗോൾഡ് ഈസ് യൂസ്ഡ് ഫോർ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ. ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷന് കൊളോയിഡൽ ഗോൾഡാണ് ഉപയോഗിക്കുന്നത്. ഗോൾഡ് ചേർത്ത അരിഷ്ടങ്ങളൊക്കെ വിപണിയിൽ ലഭ്യമാണ്. സാരസ്വത അരിഷ്ടം, ഇരുമ്പ് ചേർത്ത അരിഷ്ടങ്ങൾ ലഭ്യമാണ്, ലോഹാരിഷ്ടം. ഇതൊക്കെ കൊളോയിഡൽ രൂപത്തിലുള്ള ഗോൾഡ്, അയൺ തുടങ്ങിയവയാണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ, എമൽഷൻ ഓഫ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അതാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റൊമക് ഡിസോർഡേഴ്സ്. സ്റ്റൊമക്കിലെ ഡിസോർഡേഴ്സ് പരിഹരിക്കാൻ മിൽക്ക് ഓഫ് മഗ്നീഷ്യ ഉപയോഗിക്കാറുണ്ട്. കൊളോയിഡൽ മെഡിസിൻസ് ഹാവ് ലാർജ് സർഫേസ് ഏരിയ ആൻഡ് സോ ദേ ആർ ഈസിലി അസിമിലേറ്റഡ്. സർഫേസ് ഏരിയ കൂടുതലാണ് കൊളോയിഡുകൾക്ക്. അതുകൊണ്ട് മെഡിസിൻസ് കൊളോയിഡൽ രൂപത്തിൽ കഴിച്ചാൽ ശരീരത്തിന് പെട്ടെന്ന് അസിമിലേറ്റ് ചെയ്യാൻ കഴിയും, സ്വാംശീകരിക്കാൻ കഴിയും. രക്തത്തിലേക്ക് പെട്ടെന്ന് തന്നെ മരുന്ന് വലിച്ചെടുക്കാൻ പറ്റും. വൈദ്യർ പറയാറുണ്ട് ഗുളിക അല്ലേ തേനിൽ ചാലിച്ച് കഴിക്കണം എന്നൊക്കെ. തേനാണ് ഡിസ്പേർഷൻ മീഡിയം, ഗുളിക പൊടിച്ചതാണ് ഡിസ്പേഴ്സൽ ഫേസ്. അപ്പോൾ അതേ രൂപത്തിൽ കൊളോയിഡൽ രൂപത്തിൽ കഴിച്ചാൽ മാത്രമേ മരുന്ന് ഇഫക്റ്റീവായി മാറും. കൊളോയിഡൽ രൂപത്തിൽ കഴിച്ചാൽ മാത്രമേ മരുന്ന് ഇഫക്റ്റീവായിട്ട് മാറും അല്ലേ. ഗുളിക പൊടിച്ച് തേനിൽ ചാലിച്ച് എന്നൊക്കെ പറയുമ്പോൾ കൊളോയിഡൽ രൂപത്തിലാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി മരുന്ന് കുപ്പികളുടെ മേലെ പലപ്പോഴും എഴുതി കാണാറുള്ള ഒരു വാചകമാണ് ഷെയ്ക്ക് വെൽ ബിഫോർ യൂസ്. ഒരുപാട് കാലം വെച്ചിരുന്നാൽ പല മരുന്നുകളും പ്രസിപ്പിറ്റേറ്റ് രൂപത്തിലായി മാറാൻ സാധ്യതയുണ്ട്. അപ്പം നന്നായി ഷെയ്ക്ക് ചെയ്താൽ അത് കൊളോയിഡൽ രൂപത്തിലായി മാറും. നന്നായി ഷെയ്ക്ക് ചെയ്താൽ കൊളോയിഡൽ രൂപത്തിലായി മാറും. അങ്ങനെ കൊളോയിഡൽ രൂപത്തിലായി മാറിയാൽ മരുന്നുകൾ കൂടുതൽ ഇഫക്റ്റീവായിട്ട് മാറും. അതുകൊണ്ടാണ് മരുന്ന് കുപ്പികളുടെ മേലെ ഷെയ്ക്ക് വെൽ ബിഫോർ യൂസ് എന്ന് എഴുതി കാണാറുള്ളത്. ഭക്ഷണ പദാർത്ഥങ്ങളും കൊളോയിഡൽ രൂപത്തിൽ കഴിച്ചാൽ അവയിലെ പോഷകാംശങ്ങൾ രക്തത്തിലേക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ പറ്റും. അടുത്തത് ടാനിങ്, തുകൽ സംസ്കരണം. ആനിമൽ ഹൈഡ്സ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്. മൃഗങ്ങളുടെ തോല് പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡാണ്, അല്ലെങ്കിൽ കൊളോയിഡൽ നേച്ചറാണ്. വെൻ ഇറ്റ് ഈസ് സോക്ക്ഡ് ഇൻ ടാനിൻ, ടാനിൻ എന്ന് പറയുന്ന പദാർത്ഥത്തിൽ മുക്കുമ്പോൾ, ടാനിൻ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉള്ളതാണ്. അപ്പോൾ ടാനിൽ മുക്കിയാൽ എന്ത് സംഭവിക്കും? മ്യൂച്വൽ കൊയാഗുലേഷൻ ടേക്സ് പ്ലേസ്. കൊയാഗുലേഷൻ നടക്കും. ദിസ് റിസൾട്ട്സ് ഇൻ ദ ഹാർഡനിങ് ഓഫ് ലെതർ. അങ്ങനെ ആ തോല് ലെതർ ഉറപ്പുള്ളതായിട്ട് മാറും. ദ പ്രോസസ് ഈസ് നോൺ ആസ് ടാനിങ്. അപ്പോൾ മൃഗങ്ങളുടെ തോല് ഉറപ്പുള്ളതാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ടാനിങ്. ഇതിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഈ തോല് ടാനിൻ എന്ന് പറയുന്ന പദാർത്ഥത്തിൽ മുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ക്ലീൻസിങ് ആക്ഷൻ ഓഫ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് നമ്മൾ പഠിച്ചതാണ്. ഇതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ നമുക്കറിയാം, മിസൽ ഫോർമേഷനാണ്. അടുത്തത് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് ആൻഡ് ഫിലിംസ്. ഗ്ലാസ് പ്ലേറ്റുകളുടെ മേലെയോ സെല്ലുലോയിഡ് ഫിലിംസിൻ്റെ മേലെയോ സിൽവർ ബ്രോമൈഡ് പുരട്ടണം. ഇതാണ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് അല്ലെങ്കിൽ ഫിലിമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് അല്ലെങ്കിൽ ഫിലിം ഉണ്ടാക്കാൻ കൊളോയിഡ് ഉപയോഗിക്കും. ദീസ് കണ്ടെയ്ൻ ആൻ എമൽഷൻ ഓഫ് സിൽവർ ബ്രോമൈഡ് ഇൻ ജെലാറ്റിൻ ഓവർ ഗ്ലാസ് പ്ലേറ്റ്സ് ആൻഡ് സെല്ലുലോയിഡ് ഫിലിംസ്. ഗ്ലാസ് പ്ലേറ്റിൻ്റെ മേലെ സിൽവർ ബ്രോമൈഡ് പുരട്ടുക, സെല്ലുലോയിഡ് ഫിലിംസിൻ്റെ മേലെ സിൽവർ ബ്രോമൈഡ് പുരട്ടുക. സിൽവർ ബ്രോമൈഡ് ഇൻ ജെലാറ്റിൻ ആണ് ഉപയോഗിക്കുന്നത്.
ഇതാണ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റും ഫിലിമുമായി ഉപയോഗിക്കുന്നത്. റബ്ബർ ഇൻഡസ്ട്രി. റബ്ബർ ലാറ്റക്സ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്. റബ്ബർ പാല് എന്ന് പറയുന്നത് കൊളോയിഡാണ്, നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡാണ്. റബ്ബർ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കൊയാഗുലേഷൻ ഓഫ് റബ്ബർ ലാറ്റക്സ് ബൈ ആഡിങ് ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡ് ചേർത്താണ് റബ്ബർ ലാറ്റക്സിനെ, റബ്ബർ പാലിനെ കൊയാഗുലേറ്റ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഷീറ്റ് അടിക്കാൻ റബ്ബർ പാൽ ഉപയോഗിക്കുന്നത്. റബ്ബർ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കൊയാഗുലേഷൻ ഓഫ് റബ്ബർ ലാറ്റക്സ് ബൈ ആഡിങ് ഫോമിക് ആസിഡ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്. പെയിന്റുകൾ പലതും കൊളോയിഡാണ്. ചിലത് എമൽഷനാണ്, മഷി, ഇങ്ക്. സിന്തറ്റിക് പ്ലാസ്റ്റിക്സ്, റബ്ബർ, ഗ്രാഫൈറ്റ് ലൂബ്രിക്കൻസ്, സിമന്റ് എക്സെട്ര ആർ ഓൾ കൊളോയിഡൽ സൊല്യൂഷൻസ്. ഇനി 1-2 നോട്ടുകൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ പലതും കൊളോയിഡൽ രൂപത്തിലാണ്. മിൽക്ക്, ബട്ടർ, വെണ്ണ, ഹൽവ, ഐസ്ക്രീം, ഫ്രൂട്ട് ജ്യൂസുകൾ കൊളോയിഡൽ രൂപത്തിലാണ്. എക്സെട്ര ആർ കൊളോയിഡ്സ്. ബ്ലഡ് ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ആൻ ആൽബുമിനോയിഡ് സബ്സ്റ്റാൻസ്. ബ്ലഡ് എന്ന് പറയുന്നത് കൊളോയിഡാണ്. ആലംസ് ഓർ ഫെറിക് ക്ലോറൈഡ്. ആലമോ അല്ലെങ്കിൽ ഫെറിക് ക്ലോറൈഡോ. ആലം ഓർ ഫെറിക് ക്ലോറൈഡ് ഈസ് അപ്ലൈഡ് ടു വൂൺസ്. വൂൺസ് എന്ന മുറിവ്. ടു സ്റ്റോപ്പ് ബ്ലീഡിംഗ് ബൈ കൊയാഗുലേഷൻ. മുറിവുണ്ടായാൽ രക്തം വരുന്നത് നിൽക്കാൻ മുറിവിൽ ആലം അല്ലെങ്കിൽ ഫെറിക് ക്ലോറൈഡ് വെച്ച് അമർത്തും. ഫെറിക് ക്ലോറൈഡിലും ആലത്തിലും ധാരാളം അയോണുകളുണ്ട്. ഈ അയോണുകളാണ് കൊയാഗുലേഷൻ നടത്തുന്നത്. അതുകൊണ്ട് മുറിവിൽ നിന്ന് ചോര വരുന്നത് നിൽക്കാൻ ഫെറിക് ക്ലോറൈഡ് അല്ലെങ്കിൽ ആലം ഉപയോഗിക്കാറുണ്ട്. ഉപ്പ് ഉപയോഗിച്ചാലും മതി. ഫെർട്ടൈൽ സോയിൽസ് ആർ കൊളോയിഡൽ ഇൻ നേച്ചർ. സോ സോയിൽസ് അബ്സോർബ് മോയ്സ്ചർ ആൻഡ് നറിഷിംഗ് മെറ്റീരിയൽസ്. മണ്ണ് കൊളോയിഡൽ രൂപത്തിലാണ്. ഫെർട്ടൈൽ സോയിൽസ്, വളക്കൂറുള്ള മണ്ണ് കൊളോയിഡൽ രൂപത്തിലാണ്. അതുകൊണ്ട് ഈ മണ്ണിന് മോയ്സ്ചറും മറ്റു പോഷക പദാർത്ഥങ്ങളും അഡ്സോർബ് ചെയ്യാൻ കഴിയും. വെള്ളവും പോഷകാംശങ്ങളും അഡ്സോർബ് ചെയ്യാൻ കഴിയുന്നത് ഇതുകൊണ്ടാണ്. അടുത്തത്, റിവർ വാട്ടർ ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ക്ലേ. റിവർ വാട്ടർ കൊളോയിഡൽ രൂപത്തിലായിരിക്കും പലപ്പോഴും. മണ്ണ് വെള്ളമായിരിക്കും. ക്ലേ എന്ന് പറഞ്ഞാൽ കളിമണ്ണ്. പുഴയിൽ പലപ്പോഴും മണ്ണ് വെള്ളമാണ് ഉണ്ടാവുക. സീ വാട്ടർ കണ്ടെയ്ൻസ് ഇലക്ട്രോലൈറ്റ്സ്. കടൽ വെള്ളത്തിൽ ധാരാളം ഇലക്ട്രോലൈറ്റുകളുണ്ട്. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ് ധാരാളമുണ്ട്. വെൻ റിവർ വാട്ടർ മീറ്റ്സ് ദ സീ വാട്ടർ കൊയാഗുലേഷൻ ഒക്കേഴ്സ്. ഇപ്പോൾ പുഴവെള്ളം കടലിൽ എത്തിച്ചേരുമ്പോൾ കൊയാഗുലേഷൻ നടക്കും. കടൽ വെള്ളത്തിലെ ഇലക്ട്രോലൈറ്റുകളാണ് കൊയാഗുലേഷൻ നടത്തുന്നത്. ആ ഇലക്ട്രോലൈറ്റുകളിൽ നിന്ന് അയോൺ കിട്ടും. ആ അയോണുകളാണ് കൊയാഗുലേഷൻ നടത്തുന്നത്. അങ്ങനെ കൊയാഗുലേഷൻ നടന്നാൽ പുഴവെള്ളത്തിലെ മണ്ണ് ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടും. നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും. അങ്ങനെ മണ്ണിൻ്റെ നല്ലൊരു ഡെപ്പോസിറ്റ്, ഫെർട്ടൈൽ സോയിൽ നമുക്ക് കിട്ടും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ. ദ റിസൾട്ടിംഗ് ഡെപ്പോസിഷൻ ഈസ് നോൺ ആസ് ഡെൽറ്റ. അതുകൊണ്ട് പണ്ടുള്ള ജനങ്ങൾ താമസിച്ചിരുന്നത് നദിക്കരകളിലായിരുന്നു. കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഡെൽറ്റ പ്രദേശത്ത് ധാരാളമായിട്ട് ഉണ്ടാകും. ഇതൊക്കെയാണ് കൊളോയിഡ്സിൻ്റെ പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻസ്. സർഫേസ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിച്ചു. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടും. അത് മറ്റൊരു ക്ലാസ്സിൽ കാണാം.